ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, ആ ദിവസം നോക്കിയാണ് ആ വാർത്ത പുറത്തു വരുന്നത്. ആ വാർത്തയിൽ ഒരു ഭാഗം ഇവിടുത്തെ സ്ഥാനാർത്ഥി, LDFിൻ്റെ സ്ഥാനാർത്ഥി സരിനെ കുറിച്ചായിരുന്നു. സരിനെ സഖാവ് ജയരാജൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നായിരുന്നു. ഇത് പുസ്തകം എഴുതിയത് എപ്പോഴാണ്? സാധാരണ പുസ്തകം എഴുതി പ്രിൻ്റ് ചെയ്ത് വരണമെങ്കിൽ അതിനെടുക്കുന്ന സമയം എത്രയാണ്? അപ്പോൾ ആ ഘട്ടത്തിൽ സരിൻ എവിടെ എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തതയും വന്നിട്ടില്ലല്ലോ. ആ നാളുകളിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് തലേന്നല്ലാലോ എഴുതി കൊടുക്കുക, എഴുതേണ്ടത് നേരത്തെയല്ലേ. അപ്പോൾ പറയുന്ന കള്ളം എത്രമാത്രം വിശ്വസിക്കത്തക്കതാണ് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. തങ്ങൾക്ക് വേണ്ടതങ്ങ് അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ തള്ളിയൊരു കാര്യം മലയാള മനോരമക്ക് ഞങ്ങളെന്തോ അതെടുത്തിട്ട് പിന്നാലെ പോവുകയാണ്, അതിൻ്റെ മേലെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ്. എന്തിനാണത്? ബോധപൂർവം തെറ്റിദ്ധാരണ നാട്ടിൽ സൃഷ്ടിക്കാൻ. മറ്റൊന്നും പറയാനില്ലാതിരിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ കെട്ടിച്ചമച്ച് ഉന്നയിക്കാൻ നോക്കുക. ഇതും അതിൻ്റെ ഭാഗമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നാം നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എല്ലാ രീതിയിലും ഒരു ചരിത്രം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാകും എന്ന് തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം വിലയിരുത്തുന്നത്. പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലം കഴിഞ്ഞ കുറച്ചു കാലമായി തുടർന്നു വരുന്ന നിലയിൽ നിന്ന് ഒരു മാറ്റം പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം വേണമെന്ന ചിന്ത തന്നെയാണ് പാലക്കാട്ടുള്ള മഹാഭൂരിപക്ഷം വോട്ടർമാർക്കുമുള്ളത്. ആ മാറ്റത്തിൻ്റെ വേഗത കൂട്ടുന്നതിന് സഹായകമാകും വിധമാണ് ഡോക്ടർ സരിൻ്റെ നിലപാടും വന്നുചേർന്നത്. ഏതായാലും ഇന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നത് മാറ്റത്തിൻ്റേതായ വലിയ തോതിലുള്ള ശങ്കുലിയാണ്. ഇത് വൻപിച്ച തോതിൽ വലതുപക്ഷ കേന്ദ്രങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ പരിഭ്രാന്തി സ്വാഭാവികമാണ്. നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പൊതുവായ ധാരണയിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ ചുമരെഴുത്ത് കൃത്യമായി മനസ്സിലാക്കിയ വലതുപക്ഷ കേന്ദ്രങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ് എന്നത് ഇന്നത്തെ വാർത്തകളും മറ്റും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്ന് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തോന്നിയത് ഒരാളുടെ കോൺഗ്രസ്സിലേക്കുള്ള പ്രവേശനമാണ്. വല്ലാതെ വലതുപക്ഷ മാധ്യമങ്ങൾ അത് മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് അത്ര വലിയ മഹത്വവൽക്കരണം നടക്കുന്നത്? അത് എന്തോ ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഇവിടെ വലതുപക്ഷ ക്യാമ്പിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഈ വലിയ തോതിലുള്ള ഇടപെടലിന് കാരണമായി മാറുന്നത്. ഇന്നത്തെ ഒരു വാർത്ത കാണാനിടയായി, അദ്ദേഹം പാണക്കാടേക്ക് സാദിഖലി തങ്ങളെ കാണാൻ പോവുകയാണ്. ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ പണ്ട് ഒറ്റപ്പാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്ന അനുഭവമാണ് ഓർത്തുപോയത്. ഒറ്റപ്പാലത്തെ തെരഞ്ഞെടുപ്പ് ഇവിടെ ഇരിക്കുന്ന പലരും ഓർക്കുന്നൊരു കാര്യമായിരിക്കും. അന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഗുരുതരമായൊരു സംഭവം നടന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. അത് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ആ വിഷയം ഗൗരവമായി ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ബാബറി മസ്ജിദ് തകർത്തത് RSSൻ്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറായിരുന്നു. പക്ഷേ RSSൻ്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറിന് ആ കെട്ടിടം തകർക്കുന്നതിന്, ബാബറി മസ്ജിദ് പൂർണ്ണമായും തകർക്കുന്നതിന് ആവശ്യമായ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റുമായിരുന്നു. സ്വാഭാവികമായും വലിയ പ്രതിഷേധം മതനിരപേക്ഷ ചിന്താഗതിക്കാരിലെല്ലാം ഉണ്ടായി. നമ്മുടെ മതന്യൂനപക്ഷ വിഭാഗത്തിലും പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളിലും ഒരു ആരാധനാലയം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത് തകർത്തതിൻ്റേതായ ശക്തമായ വികാരം ഉയർന്നു വന്നു. അതിന് കൂട്ടുനിന്ന കോൺഗ്രസിനും കോൺഗ്രസ് സർക്കാരിനുമെതിരായ വികാരവും ശക്തമായി ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ കോൺഗ്രസിനോടൊപ്പം മന്ത്രിസഭയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇരിക്കുകയായിരുന്നു. സ്വാഭാവികമായും വലിയ അമർഷം ലീഗ് അണികളിലുമുണ്ടായി. ഒരാവശ്യം ശക്തമായി ഉയർന്നു വന്നു, ഇതിനോട് പ്രതിഷേധിക്കണം.
കോൺഗ്രസിൻ്റെ നിലപാടിനോട് പ്രതിഷേധിക്കണം. പക്ഷേ മന്ത്രിസ്ഥാനം വളരെ പ്രധാനമായി അവർ കണ്ടു. ആ മന്ത്രിസ്ഥാനം വിട്ടുള്ള ഒരു കളിക്കും തൽക്കാലം പോകേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു. അങ്ങനെ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് എല്ലാ തരത്തിലും ഒത്താശ ചെയ്ത കോൺഗ്രസിൻ്റെ കൂടെ അന്ന് കേരളത്തിൽ മന്ത്രിമാരായി ലീഗ് തുറന്നു. ഇതിൽ വ്യാപകമായ അമർഷം ലീഗ് അണികളിൽ തന്നെ. അപ്പോഴാണ് ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പിൽ കണ്ട ഒരു കാഴ്ച, അന്നത്തെ പാണക്കാട് തങ്ങൾ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും തങ്ങളാണ്. ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളെ പോലെയല്ല. സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ്. പക്ഷേ അന്നത്തെ തങ്ങൾ സർവരാലും ആദരിക്കപ്പെട്ട തങ്ങളായിരുന്നു. അദ്ദേഹം ലീഗ് അണികളെ തണുപ്പിക്കാൻ വേണ്ടി വന്നു. ഒരു വീട്ടിൽ വരുമെന്ന് നേരത്തെ അറിയിച്ചു. സാധാരണ തങ്ങൾ വന്നാൽ ഓടിക്കൂടുന്ന ലീഗുകാരെ കാണാനില്ല. അപ്പോൾ തങ്ങളെ ആ വീട്ടിലിരുത്തിക്കൊണ്ട് ചുറ്റുപാടുമുള്ള ലീഗ് പ്രവർത്തകരെയും ലീഗ് അണികളെയും ആ വീട്ടിലേക്ക് എത്തിക്കാൻ പോയി ചിലർ പറയാണ്, തങ്ങൾ വന്നിരിക്കുന്നുണ്ട്, നിങ്ങൾ വേഗം അങ്ങോട്ട് വരണം. പക്ഷേ ഈ പറഞ്ഞ ആളുകൾ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല. യോഗം നടത്താനാവാതെ വരുന്ന അവസ്ഥയുണ്ടായി. ഇത്ര കടുത്ത പ്രതിഷേധം അന്ന് ഉയർന്നു വരാനിടയായത് എന്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു? ഈ പറയുന്ന ശരിയായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ട്. കോൺഗ്രസിനോട് ഒട്ടിനിന്ന് അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് കാണിച്ച തെറ്റായ നിലപാടിനെ എതിർക്കാനും അതിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനും കഴിയാത്തതുകൊണ്ട്. ഇപ്പോൾ ഒരാൾ വന്നപ്പോൾ സ്വാഭാവികമായും ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ. ആ അറിയുന്ന കൂട്ടത്തിൽ ലീഗ് അണികളുമുണ്ടല്ലോ. പാലക്കാട്ടുള്ള ലീഗ് അണികളും മതനിരപേക്ഷ ചിന്താഗതിക്കാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ. അവരിലെല്ലാമുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി 2 വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഈ സന്ദർശനത്തിൻ്റെ പിന്നിലെന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും. ഇത് വലതുപക്ഷ ക്യാമ്പ് UDF ചെന്നുപെട്ടിട്ടുള്ള ഗതികേടാണ് കാണിക്കുന്നത്. ഇന്നത്തെ പത്രത്തിൽ VD സതീശൻ്റെ ഒരു പ്രസ്താവന കാണാനിടയായി. അത് പണ്ട് പറയുന്നൊരു കഥയില്ലേ, അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു കഥ, അതുപോലത്തതാണ്. അദ്ദേഹം ഇപ്പോൾ പറയാണ്, ഈ പറഞ്ഞയാൾ വന്നത് ഏതെങ്കിലും സ്ഥാനം വാഗ്ദത്തം ചെയ്തതിൻ്റെ ഭാഗമായല്ല. ഒരു MLA സ്ഥാനവും എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കാമെന്ന് അദ്ദേഹത്തിന് വാഗ്ദത്തം നൽകിയിട്ടില്ല. പൂച്ചു പുറത്തായി. എന്താണ് നടന്നത് എന്നതിൻ്റെ മറ്റൊരു ഭാഗം VD സതീശൻ പരസ്യമായി പറയുന്ന നിലയാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള അവസരവാദ നിലപാടുകളിലൂടെ നമ്മുടെ നാടിൻ്റെ പൊതുവായ അന്തരീക്ഷം മാറ്റിമറിക്കാമെന്ന് കരുതേണ്ട. ബോധപൂർവം നമ്മുടെ നാടിനെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയ, അതിന് ആകാവുന്ന എല്ലാം ചെയ്ത അത്തരമൊരാളെ ഒരു പ്രത്യേക ദിവസം ഏറ്റവും വലിയ മഹാത്മാവായി ചിത്രീകരിക്കാൻ വലതുപക്ഷ ക്യാമ്പ് ആകെ ഒരുമ്പെടുന്നത് പറ്റിയ ജാള്യതയുടെ ഭാഗമായി തന്നെയാണ്. ഇവിടെ ഇന്ന് ഒരു പ്രധാന പത്രത്തിൻ്റെ മിനിറ്റ് പ്രവർത്തനങ്ങളാണല്ലോ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതിൽ ഇവിടെയുള്ള നേതാക്കന്മാർ മാത്രമല്ല, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ വരെ ഇതിൻ്റെ ഭാഗമായി ഓടിക്കൂടുന്നതാണല്ലോ കണ്ടത്. വലിയ പങ്കാളിത്തം അവരെല്ലാം വഹിച്ചുകൊണ്ടാണല്ലോ ഇത്തരമൊരു നീക്കം നടന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഏതു തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാക്കുന്നത് എന്ന് ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ആ ആശങ്കയിൽ നിന്നാണ്, ആ വെപ്രാളത്തിൽ നിന്നാണ് ഉടനെ പാണക്കാട്ടേക്ക് പോകാൻ തീരുമാനിച്ചത് എന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ചില വാർത്തകൾ കെട്ടിച്ചമച്ചുണ്ടാക്കാൻ പറ്റുമോ എന്നാലോചിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മലയാള മനോരമ ഇന്ന് കണ്ടെത്തിയത്, ഞങ്ങൾ ഇവിടെ
ഒരു വലിയ പരിഹാസ്യമായ ഒരു ഗൂഢാലോചനയും അതിൻ്റെ ഭാഗമായുള്ള ഒരു കള്ളം മെനിയലും നടന്നല്ലോ. EP ജയരാജൻ്റെ ഒരു ആത്മകഥ പ്രകാശനമെന്ന ഒരു കള്ളം. ഇവിടെ പുസ്തകങ്ങൾ എഴുതിയവരും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കണ്ടവരുമായ ധാരാളം ആളുകളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പുസ്തകം ആ ഗ്രന്ഥകർത്താവ് നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ ആദ്യം പ്രകാശനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാതിരിക്കുകയോ? ഏതായാലും പരിഹാസ്യമായതാണ്. ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കൂടുതലായിട്ട് പോകുന്നില്ല. പരിഹാസ്യമായി അതിൻ്റെ കള്ളം പെട്ടെന്ന് തന്നെ പുറത്തു വന്നു. ജയരാജൻ തന്നെ അത് വ്യക്തമാക്കി. അതിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, ആ ദിവസം നോക്കിയാണ് ആ വാർത്ത പുറത്തു വരുന്നത്. ആ വാർത്തയിൽ ഒരു ഭാഗം ഇവിടുത്തെ സ്ഥാനാർത്ഥി LDFൻ്റെ സ്ഥാനാർത്ഥി സരിനെ കുറിച്ചായിരുന്നു. സരിനെ സഖാവ് ജയരാജൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നായിരുന്നു. ഇത് പുസ്തകം എഴുതിയത് എപ്പോഴാണ്? സാധാരണ പുസ്തകം എഴുതി പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ അതിനെടുക്കുന്ന സമയം എത്രയാണ്? അപ്പോൾ ആ ഘട്ടത്തിൽ സരിൻ എവിടെ എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തതയും വന്നിട്ടില്ലല്ലോ. ആ നാളുകളിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് തലേന്നല്ലല്ലോ എഴുതി കൊടുക്കുക, എഴുതേണ്ടത് നേരത്തെയല്ലേ. അപ്പോൾ പറയുന്ന കള്ളം എത്രമാത്രം വിശ്വസിക്കത്തക്കതാണ് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. തങ്ങൾക്ക് വേണ്ടതങ്ങ് അവതരിപ്പിക്കുകയാണ്. സഖാവ് ജയരാജൻ തന്നെ ആ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഞങ്ങളെന്ന് പറയുന്നത് CPIM ഒരു പാർട്ടി എന്ന നിലക്ക് ആ വാർത്ത കേട്ട ഉടനെ തന്നെ അതിൻ്റെ പരിഹാസ്യത ബോധ്യപ്പെട്ടതാണ്. സഖാവ് ജയരാജനടക്കം ഞങ്ങൾ ഇരുന്നത് ചർച്ച ചെയ്തു. അതിൻ്റെ എല്ലാ പരിഹാസ്യതയും ജയരാജൻ തുറന്നു പറഞ്ഞു. ഞങ്ങൾ അതോടുകൂടി പൂർണ്ണമായിട്ട് അത് തള്ളി. ഞങ്ങൾ തള്ളിയൊരു കാര്യം മലയാള മനോരമക്ക് ഞങ്ങളെന്തോ അതെടുത്തിട്ട് പിന്നാലെ പോവുകയാണ്, അതിൻ്റെ മേലെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ്. എന്തിനാണത്? ബോധപൂർവം തെറ്റിദ്ധാരണ നാട്ടിൽ സൃഷ്ടിക്കാൻ. മറ്റൊന്നും പറയാനില്ലാതിരിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ കെട്ടിച്ചമച്ച് ഉന്നയിക്കാൻ നോക്കുക. ഇതും അതിൻ്റെ ഭാഗമാണ് എന്ന് നാം കാണണം. ഇതെല്ലാം ഒരുതരം വെപ്രാളത്തിൽ നിന്നാണ്. പാലക്കാട് പോലെ ഒരു മണ്ഡലം തങ്ങൾ കുറേ കാലമായി കയ്യിലിങ്ങനെ സൂക്ഷിച്ചു വരുന്ന ആ മണ്ഡലം കൈവിട്ടു പോകും എന്ന വല്ലാത്തൊരാശങ്കയിലേക്ക് ഇവരെല്ലാം എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് നാം കൃത്യമായി തിരിച്ചറിയണം. ഇവിടെ LDFും UDFും കൃത്യമായി നിലപാടുകൾ, എന്തു തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചു പോകുന്നത് എന്ന് നമ്മുടെ നാടിനാകെ ബോധ്യമുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP നമ്മുടെ നാടിന് നേരെ തീർത്തും വിവേചനപരമായ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. നമുക്കറിയാം, നേരത്തെയുള്ള എല്ലാ ഘട്ടത്തിലും നാടിനെതിരെ കേരളത്തെ പ്രത്യേകമായ കണ്ണോടെ കേരളം പച്ച പിടിക്കാൻ പാടില്ല, ഏതെങ്കിലും തരത്തിൽ തകരണം എന്ന മനോഭാവത്തോടെ കേരളത്തെ ദ്രോഹിക്കുന്ന, കേരളത്തിന് വലിയ തോതിൽ ഉപദ്രവം വരുത്തി വെക്കുന്ന നിലപാടാണ് BJP ഗവൺമെൻറ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ചു വരുന്നത്. ഞാൻ അതിൻ്റെ മറ്റ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. പലതരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടായത്. അപ്പോൾ സാധാരണഗതിയിൽ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ചില മാസങ്ങൾ മുടങ്ങിപ്പോകുന്ന നില വന്നു. അങ്ങനെ വന്നപ്പോഴാണ് നിയമസഭയിൽ സംസ്ഥാന സർക്കാർ അസന്നിഗ്ധമായി ഒരു കാര്യം പ്രഖ്യാപിച്ചത്. എല്ലാ മാസവും മുടക്കമില്ലാതെ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തിരിക്കും. മാത്രമല്ല, കുടിശ്ശികയായി കിടക്കുന്ന തുക അത് മുഴുവൻ ഈ വർഷവും അടുത്ത വർഷവും കൊണ്ട് കൊടുത്തു തീർക്കും. ഈ വർഷം 2 ഗഡു, അടുത്ത വർഷം 3 ഗഡു. ആ 2 ഗഡുവിൽ 1 ഗഡു കൊടുത്തു കഴിഞ്ഞു, രണ്ടാമത്തെ ഗഡു അടുത്ത് തന്നെ കൊടുക്കുന്നു. അടുത്ത വർഷം 3 ഗഡുവും കൊടുക്കും. ഇപ്പോൾ എല്ലാ മാസവും ഈ 1600 രൂപ കൊടുക്കുകയാണ്. LDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് ഈ 1600-ൽ തന്നെ നിൽക്കുമെന്നല്ല, അവിടുന്ന് മുന്നോട്ട് പോകുമെന്നാണ്. അവിടെ തന്നെയാണ് LDF ഇപ്പോഴും നിൽക്കുന്നത്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് LDF സർക്കാർ അധികാരത്തിലുള്ളത് കൊണ്ട് നടക്കുന്ന കാര്യമല്ലേ? അല്ലെങ്കിൽ ഈ പാവങ്ങളെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? UDFന് വല്ല ചിന്തയുണ്ടാകുമായിരുന്നോ? ഇതിനെയാണ് മുടക്കാൻ നോക്കിയത് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഭാഗം. വേറൊരു ഭാഗം നമ്മുടെ സംസ്ഥാനത്ത് കിഫ്ബി ചെയ്യുന്നത് എന്താ? നമ്മുടെ നാടിന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കിഫ്ബി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നാടിന് വികസനം വേണം, വിവിധ തരത്തിലുള്ള വികസനം വേണം. ആ വികസനത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് LDF സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. LDFന് ഒരു കൃത്യമായ വീക്ഷണമുണ്ട്.
എന്താണ് ആ വീക്ഷണം? വികസനത്തിന്റെ സ്വാദ് ഏതാനും ചിലർ അറിയലല്ല, വികസനത്തിന്റെ സ്വാദ് എല്ലാവരിലും എത്തണം. വികസനം ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തിന് മാത്രമുള്ളതല്ല, വികസനത്തിന്റെ സ്പർശം എല്ലായിടവും എത്തണം. അതുകൊണ്ടാണ് സാമൂഹ്യനീതി അധിഷ്ഠിതമായ സർവതല സ്പർശിയായ വികസനം എന്ന് LDF പറഞ്ഞത്. ആ വികസനമാണ് നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കാൻ നോക്കുന്നത്. അതിൻ്റെ ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിലേക്കാകെ ഇപ്പോൾ പോവുകയല്ല. അതിലൊരു ഭാഗം നിർവഹിക്കുന്നതിനുള്ള പണം കണ്ടെത്തുന്നത് കിഫ്ബി മുഖേനയാണ്. കിഫ്ബിയിലൂടെ 2016 LDF സർക്കാർ പ്രഖ്യാപിച്ചത് ഞങ്ങളിവിടെ 50,000 കോടി രൂപയുടെ പദ്ധതി ഈ 5 വർഷം കൊണ്ട് നടപ്പാക്കുമെന്നായിരുന്നു. 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് 2021 5 വർഷം പൂർത്തിയാക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതി ഏറ്റെടുത്തതാണ്. ഇപ്പോഴത് 85,000 കോടിയുടെ മേലെയാണ്. ഇതാണ് നാടിൻ്റെ അവസ്ഥ. നിങ്ങൾ എവിടെ നോക്കിയാലും ആ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച പദ്ധതികൾ കാണാൻ കഴിയും. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ പല റോഡുകൾ, പല പാലങ്ങൾ, പല വിധത്തിലുള്ള കെട്ടിടങ്ങൾ, പല പദ്ധതികൾ. നാഷണൽ ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ 25% കൊടുക്കേണ്ടി വന്നപ്പോൾ അതിന് കെട്ടിവെക്കേണ്ട 5,600 കോടിയോളം രൂപ, ഇങ്ങനെയെല്ലാം കിഫ്ബിയിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തിയത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകണ്ട എന്ന് കേന്ദ്ര ഗവൺമെൻറ്. കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായി പരിഗണിക്കുമെന്നാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി എന്നൊരു സ്ഥാപനം ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട്. അവർ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്, അതിനവർ വായ്പ എടുക്കുന്നുണ്ട്. ആ വായ്പ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വായ്പയായി പരിഗണിക്കുന്നില്ല. അത് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വായ്പ എടുക്കാൻ പറ്റില്ല എന്നാണ്. കിഫ്ബിക്ക് വായ്പ എടുക്കാൻ പറ്റില്ല. കിഫ്ബി എടുക്കുന്ന വായ്പ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വായ്പയായി കണക്കാക്കും. ഒന്നേ ഉള്ളൂ ഉദ്ദേശം, ഇതിന് ന്യായമൊന്നുമില്ല. നമ്മുടെ വികസനത്തെ തടയണം. ആ വികസനം തടയാനുള്ള നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ കേരളത്തിലെ UDF ഉണ്ടല്ലോ, കോൺഗ്രസും UDFും ഏതെങ്കിലും ഘട്ടത്തിൽ BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. എല്ലാ ഘട്ടത്തിലും അവരെ ന്യായീകരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതാണ് ഇതേവരെയുള്ള നമ്മുടെ അനുഭവം. ഇപ്പോൾ വേറൊരു ദുരനുഭവം നമുക്ക് വന്നിരിക്കുന്നു. അതാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. ആ ദുരന്തത്തിൽ നമ്മുടെ രാജ്യവും ലോകവുമെല്ലാം നമ്മോടൊപ്പം സഹതപിക്കാൻ ഓടിയെത്തി. എല്ലാവരും നമ്മുടെ വിഷമത്തിൽ പങ്കുചേർന്നു. അതെല്ലാം നല്ല കാര്യം തന്നെ. പക്ഷേ നമുക്ക് സഹായം വേണ്ടിയിരുന്നു. നേരത്തെ ദുരന്തമുഖത്ത് സഹായം ലഭിച്ചില്ല, പക്ഷേ ഇത്തവണ സഹായം ലഭിക്കും എന്നാണ് നമ്മൾ കണക്കാക്കിയത്. പ്രധാനമന്ത്രി ഓടിയെത്തി. പ്രധാനമന്ത്രി ഒരു ആശുപത്രിയിൽ പോയപ്പോൾ അവിടെയുള്ള അമ്മയുടെ കൂടെയുള്ള കുഞ്ഞിനെ ലാളിക്കുന്ന ചിത്രം ഇന്ത്യയിലും ലോകത്തും പ്രചരിച്ചു. ആ അമ്മ ആ കുട്ടിയെ നിർത്തി ഇന്ന് ചോദിച്ചിട്ടുണ്ട് പത്രത്തിൽ, എന്താണ് ഇങ്ങനെയൊരു സമീപനമെന്ന്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു നില. ഇതേവരെ ഒരു സഹായവും അതിൻ്റെ ഭാഗമായി ലഭിച്ചില്ല. എന്തുകൊണ്ടാണ് നമ്മോട് ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്? നാം ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ? ഏതെങ്കിലും തരത്തിലുള്ള കുറവ് നമുക്കുണ്ടോ? ഇന്ത്യ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയുടെ കാര്യത്തിൽ സുപ്രധാനമായ പങ്കാണല്ലോ സംസ്ഥാനം വഹിച്ചു പോകുന്നത്. അതിനെക്കുറിച്ച് വല്ല പരാതിയുമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? വിവിധ മേഖലയിൽ ഗണ്യമായ സംഭാവനയാണ് നമ്മുടെ സംസ്ഥാനം ചെയ്യുന്നത്. നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റേത് മാത്രമായിട്ടല്ല വരുന്നത്, രാജ്യത്തിന് കൂടി ഉപകരിക്കുന്നതാണ്. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് നമ്മൾ പൂർത്തിയാക്കി. അത് കേരളത്തിൻ്റെ പോർട്ട് എന്നല്ല ലോകത്തറിയപ്പെടുക, ഇന്ത്യയിലെ വലിയ പോർട്ട്, ലോകത്തിലെ അപൂർവം പോർട്ടുകളിൽ ഒന്ന്. കേരളമാണ് പൂർത്തിയാക്കിയതെങ്കിലും അറിയപ്പെടുന്നത് അങ്ങനെയായിരിക്കും. നമ്മളിവിടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാക്കി. ആ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലാണെങ്കിലും ഇന്ത്യ രാജ്യത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നാണ് ലോകം കാണുക. ആധുനിക കാലത്തിൻ്റെ നേട്ടം നമ്മുടെ രാജ്യത്ത് എങ്ങനെ വരുന്നു എന്നതിൻ്റെ നിദർശനമായിട്ടാണത് മാറുന്നത്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, അതും രാജ്യത്ത് ആദ്യത്തേതാണ്. നമ്മൾ സ്ഥാപിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലാണ് സ്ഥാപിച്ചതെങ്കിലും ലോക ഭൂപടത്തിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യത്തിൽ ഇന്ത്യ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുകയാണ്.
ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ, മറ്റു മേഖലകൾ, നാം എണ്ണിയാലൊടുങ്ങാത്ത നേട്ടങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞൊരു സംസ്ഥാനമല്ലേ. ആ സംസ്ഥാനത്തോട് പകപോക്കൽ നിലയാണോ വേണ്ടത്? നമ്മുടെ നാടിന് ആവശ്യമായ പിന്തുണ നൽകിയല്ലേ വേണ്ടത്? ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിന്റെ ഭാഗമായി സഹായിക്കാൻ തയ്യാറില്ല. ഇതാണ് നാം കണ്ടത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. ഒരു കാര്യം നാം കാണേണ്ടതായിട്ടുണ്ട്. 2018 മഹാപ്രളയകാലത്ത് നമ്മൾ പറഞ്ഞു, വലിയ ദുരന്തമാണ്, നാട് അഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ദുരന്തത്തിന്റെ മുന്നിൽ തലയിൽ കൈവച്ച് നിലവിളിച്ചിരിക്കാനല്ല നാം തയ്യാറാകുന്നത്. ഈ നാട്, നമ്മുടെ നാട് നമുക്ക് പ്രിയപ്പെട്ടതാണ്. ആ നാടിനെ പുനരുദ്ധരിക്കണം, ആ നാടിനെ പുനർജീവിപ്പിക്കണം. അതിന്റെ ഭാഗമായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു. ഇന്ന് ഒരു മാധ്യമം മറ്റൊന്നും പറയാനില്ലാതപ്പോ ആ പ്രവർത്തനം പൂർണ്ണമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അന്ന് ഏറ്റെടുത്ത പദ്ധതികൾ വലിയ തോതിലുള്ള പദ്ധതികളാണ്, ചെറിയ പദ്ധതികളല്ല. ഇപ്പോ ഒരു പദ്ധതി പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യമാണ്. മഴ പെയ്താൽ വയനാട്ടിലേക്ക് പോകാൻ പറ്റില്ല, അപ്പോൾ ചുരം ബ്ലോക്കാവും. എന്താണ് വഴി? അതിനൊരു ബദൽ പാത വേണം, ഒരു തുരങ്കപാത. ആ തുരങ്കപാത ഈ പദ്ധതിയുടെ ഭാഗമാണ്. തുരങ്കപാത എന്നത് പെട്ടെന്നങ്ങ് നടപ്പാക്കാനാവുന്നതല്ല, അതിൻ്റെതായ പഠനം നടക്കണം. അതുമായി ബന്ധപ്പെട്ട നിരവധി പാരിസ്ഥിതിക ക്ലിയറൻസ് അടക്കമുള്ള അനുമതികൾ വാങ്ങണം. ആ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത് യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള പദ്ധതികളാണ് നമ്മുടെ കേരളത്തിൽ ഇതിന്റെ ഭാഗമായി പൂർത്തിയായിട്ടുള്ളത്? അങ്ങനെ പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്. ഇനിയൊരു പ്രകൃതി ദുരന്തം വന്നാൽ ആ പ്രകൃതി ദുരന്തത്തിന് തകർക്കാനാവാത്ത രീതിയിലുള്ള നിർമ്മിതിയാണ് ആവശ്യമെന്ന്. അതും റീബിൽഡ് കേരളയുടെ മറ്റൊരു ഭാഗമായിരുന്നു. നമ്മെ ആശ്ചര്യത്തോടെയല്ലേ രാജ്യവും ലോകവും നോക്കിക്കണ്ടത്? തകർന്നടിഞ്ഞുപോയി എന്ന് കണക്കാക്കിയ നമ്മുടെ നാട് പൂർവാധികം ഐശ്വര്യത്തോടെ ഉയർന്നു നിൽക്കുന്നതല്ലേ രാജ്യവും ലോകവും കണ്ടത്? എങ്ങനെ ഇത് സാധിച്ചു എന്നല്ലേ അവരെല്ലാം അത്ഭുതപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചത്. എന്തായിരുന്നു കാരണം നമ്മുടെ നാടും നാട്ടിലെ ജനങ്ങളും നാം കാണിച്ച ഒരുമയും ഐക്യവും. ആ ഒരുമയും ഐക്യവും പ്രകടിപ്പിക്കുന്ന ജനങ്ങളുള്ള ഏതൊരു നാടിനും ഏതൊരു ദുരന്തത്തെയും അതിജീവിക്കാൻ കഴിയും എന്ന് അനുഭവത്തിലൂടെ നാം തെളിയിച്ചു. ആ അനുഭവം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പറയാണ്, ഞങ്ങൾക്ക് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ സഹായം വേണം. വീണ്ടും ഞങ്ങളത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോ തന്നില്ല, തരാത്തതിന് ന്യായങ്ങൾ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റ് വീണ്ടും ഈ ആവശ്യം ഉന്നയിക്കും. എന്നാൽ അതോടൊപ്പം ഒരു കാര്യം പറയുകയാണ്, ഇവിടെ പുനരധിവാസം സഹായം തരാതെ തടുത്തു കളയാമെന്ന ധാരണ വേണ്ട. അത് കേവലം വ്യാമോഹം മാത്രമായിരിക്കും. ഞങ്ങൾ പ്രഖ്യാപിച്ച പുനരധിവാസം ഒരു ടൗൺഷിപ്പും അവിടെ മതിയായ സൗകര്യങ്ങളോടെയുള്ള താമസ സൗകര്യവും അതോടൊപ്പം പൊതുവായ ഒരു സമൂഹത്തിന് എന്തെല്ലാം വേണോ അതെല്ലാം അടങ്ങുന്ന ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കലുമാണ്. അവിടെ ജീവസന്ധാരണ മാർഗമൊരുക്കും. അവിടെയുള്ള സ്ത്രീകൾക്ക് വിവിധ തൊഴിലെടുക്കാൻ പറ്റിയ നൈപുണ്യ പരിശീലനം നൽകും. അങ്ങനെ എല്ലാം കൊണ്ടും മാതൃകാപരമായ ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക. ലോകം ശ്രദ്ധിക്കുന്ന മാതൃകയാകുന്ന തരത്തിലുള്ള പുനരധിവാസമാണ് അവിടെ നടത്താൻ പോകുന്നത്. അതാർക്കും തടയാൻ കഴിയില്ല. LDF സർക്കാർ പ്രഖ്യാപിച്ചതാണ്. നാടാകെ അതിനോടൊപ്പമുണ്ട്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാനുള്ളത്. ഇത്തരത്തിലുള്ള ഒട്ടേറെ ദുരനുഭവങ്ങളാണ് നമ്മുടെ നാടിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ നാം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നമ്മുടെ നാടിനെ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ യുവജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യം അതാണ്. നമ്മുടെ നാട് പല കാര്യങ്ങളിലും വേറിട്ട് നിൽക്കുന്നൊരു നാടാണ്. ഇപ്പോ ഇന്ത്യ മഹാരാജ്യം ദാരിദ്ര്യത്തിന്റെ നിലയിൽ എത്രാം സ്ഥാനത്താണ് നമ്മൾ? ലോകത്തിലെ രാഷ്ട്രങ്ങൾ ഒരു പട്ടിക തയ്യാറാക്കി. 153 സ്ഥാനം നമ്മുടെ രാജ്യത്തിന്. ഇനി അത് കഴിഞ്ഞാൽ ഏതാനും രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ തൊട്ടുകിടക്കുന്ന കുറെ രാഷ്ട്രങ്ങളുണ്ടല്ലോ, ആ രാഷ്ട്രങ്ങൾ എല്ലാം നമ്മളെക്കാളും വളരെ മുമ്പിലാണ്, നമ്മൾ വളരെ പിറകിലാണ്. എന്താണ് ഇങ്ങനെ വരാൻ കാരണം? നമ്മുടെ നയം, ഇന്ത്യ ഗവൺമെന്റ് നയം, ആറ്റിക്കുറിക്ക് പറഞ്ഞാൽ
നവ ഉദാരവൽക്കരണ നയം. ആ നവ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി രാജ്യം സ്വീകരിക്കുന്ന സമീപനം എന്താ? പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുക, സമ്പന്നരെ അതിസമ്പന്നരാക്കുക. ഇതാണ് നയം. ഇതാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടപ്പാക്കുന്നത്. ഇത് എന്താണ് കോൺഗ്രസിന്റെ സമീപനം? ഈ നയത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം കോൺഗ്രസിനുണ്ടോ? നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് അധികാരത്തിലുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് നയം എന്തായിരുന്നു? ഇതേ നയം, ഇതേ ഉദാരവൽക്കരണ നയം. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റും കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഇവിടെ കേരളത്തിൽ 2011 മുതൽ 2016 വരെ UDF ഗവൺമെന്റ് അധികാരത്തിലിരുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. ആ UDF ഗവൺമെന്റ് നയം എന്തായിരുന്നു? ഇതേ നയം, നവ ഉദാരവൽക്കരണ നയം. ഇവിടെയാണ് LDF വേറിട്ട ഒരു നയം, ഒരു ബദൽ നയം നടപ്പാക്കുന്നത്. എന്താണ് ബദൽ നയത്തിന്റെ പ്രത്യേകത? ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാറ്റിലേക്കും ഇപ്പോൾ പോകുന്നില്ല. ഒറ്റ കാര്യം, നമ്മുടെ രാജ്യം ദരിദ്രരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ ദയനീയാവസ്ഥയും മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ രാജ്യത്തിന്റെ ഭാഗമാണല്ലോ കേരളം. കേരളത്തിലെ അതിദരിദ്ര വിഭാഗം, അതിലെത്ര കുടുംബങ്ങളാണ് എന്ന് നോക്കിയപ്പോ 64,006 കുടുംബങ്ങൾ. ഈ 64,006 കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം എന്നൊരു നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു. LDF ഗവൺമെന്റ് അല്ലാതെ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റുമോ? പറ്റുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ രാജ്യത്ത് എവിടെയെങ്കിലും അത്തരമൊരു നിലപാടുണ്ടോ എന്ന് നോക്കണം. ഇതുപോലെ അതിദരിദ്ര വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ, മുക്തമാക്കാൻ ഏതെങ്കിലും നടപടിയെടുത്ത ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ? എന്തേ ഇല്ലാത്തത്? അവിടെയാണ് നയം, അവിടെയാണ് വേറിട്ട നയം, അവിടെയാണ് ബദൽ നയം. 3 വർഷം മുൻപ് ഞങ്ങൾ പ്രഖ്യാപിച്ചു, 3 വർഷം കൊണ്ട് ഈ പറയുന്ന അതിദരിദ്ര കുടുംബങ്ങളെ ആകെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കും. കഴിഞ്ഞ വർഷം 2003 നവംബർ 1 ഒരു ഭാഗം മുക്തരായി. ഈ വർഷം 2024 നവംബർ 1 കുറെ കൂടി കുടുംബങ്ങൾ മുക്തരായി. അടുത്ത വർഷം 2025 നവംബർ 1 ഇന്ത്യയിൽ ഒരു സംസ്ഥാനം, ഏക സംസ്ഥാനം, അതിദരിദ്ര കുടുംബം എന്ന നിലയിൽ ഒരു കുടുംബവും ഇല്ലാത്ത സംസ്ഥാനമായി മാറുന്നു. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് LDF പ്രത്യേകത. ഇതാണ് ബദൽ നയത്തിന്റെ പ്രത്യേകത. ഇതുപോലുള്ള ജനങ്ങളെ കണ്ടുകൊണ്ട നയമാണ് ബദൽ നയത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്നത്. അതേസമയം നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ അവരെ വലിയ തോതിലുള്ള മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ലോകം അതിവേഗതയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം അതേ രീതിയിൽ വേണമെന്നാണ് അവരെല്ലാം ചിന്തിക്കുന്നത്. അതിന്റെ ഭാഗമായി നമുക്കും മുന്നേറണം. നമ്മുടെ ആരോഗ്യരംഗം വലിയ മാറ്റങ്ങൾ നേടിക്കഴിഞ്ഞു, ഇനിയും മുന്നോട്ട് പോകണം. നമ്മുടെ വിദ്യാഭ്യാസ രംഗം സെക്കൻഡറി തലം വരെ വലിയ മാറ്റമായി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നാം നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നു. ഇപ്പോ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും വലിയൊരു ഹബ്ബാക്കി കേരളത്തെ മാറ്റാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റം പ്രകടമാണ്. ഇപ്പോ NAC അക്രഡിറ്റേഷനിൽ നമ്മുടെ 8 സർവകലാശാലകൾ, 359 കോളേജുകൾ ഉൾപ്പെട്ടിരിക്കുന്നു. മാറ്റം നേരത്തെ ഉള്ളത് ഓർക്കണം. 2016 മുൻപ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഒന്നുപോലും ആകെ പട്ടികയെടുത്താൽ 100-നകത്ത് വരുമായിരുന്നില്ല. അതിന്റെ എത്രയോ അപ്പുറത്ത് ഇടപെടലുണ്ടായി. യൂണിവേഴ്സിറ്റികൾ ഫലപ്രദമായി പ്രവർത്തിച്ചു. ഇപ്പോ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, ആ 2 യൂണിവേഴ്സിറ്റികളും A++ ഗ്രേഡ് നേടി. നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും കാലടി യൂണിവേഴ്സിറ്റിയും A+ ഗ്രേഡ് നേടി. ഇവിടെ രാജ്യത്ത് നടപ്പാക്കുന്ന ഒരു റാങ്കിംഗ് സിസ്റ്റം ഉണ്ട്. NIRF റാങ്കിംഗ് എന്നാണ് അതിന് പറയുക. ആ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പട്ടികയിൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി 9ാം റാങ്കിൽ നിൽക്കുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി 10ാം റാങ്കിൽ നിൽക്കുന്നു. ഗാന്ധി യൂണിവേഴ്സിറ്റി 11ാം റാങ്കിൽ നിൽക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43ാം റാങ്കിൽ നിൽക്കുന്നു. നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്തൊരു നിലയായിരുന്നു ഇത്. അത്ര വലിയ മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നിരിക്കുന്നു. ഇവിടെ മികച്ച കോളേജുകൾ, രാജ്യത്തെ മികച്ച കോളേജുകൾ, 100 കോളേജുകൾ എടുത്താൽ അതിൽ 16 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. അതിൽ 4 എണ്ണം സർക്കാർ കോളേജുകളാണ്. അതിലൊന്ന് നിങ്ങളുടെ പാലക്കാട് വിക്ടോറിയ കോളേജാണ്. ഇതാണ് മാറ്റം, വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വരികയാണ്. രാജ്യത്തെ മികച്ച 300 കോളേജുകളിൽ 4-1 ഈ കേരളത്തിൽ നിന്നുള്ളവയാണ്. ഇപ്പോ വിദേശത്തുള്ള വിദ്യാർത്ഥികളടക്കം ഇങ്ങോട്ട് വരാൻ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ്.
വലിയ മാറ്റം. അതിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര സൗകര്യമുള്ള ഹോസ്റ്റൽ നമുക്ക് വേണ്ടിവരും. മികച്ച ലൈബ്രറികൾ, മികച്ച ലാബുകൾ, മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ എല്ലാം ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ കേരളം എങ്ങനെ വേണമെന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റം ഇപ്പോ ദൃശ്യമാണ്. ഇതോടൊപ്പം വലിയ തോതിൽ ശാസ്ത്ര സാങ്കേതിക രംഗം വലിയ മുന്നേറ്റം. നേരത്തെ പറയുമ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഡിജിറ്റൽ സയൻസ് പാർക്കും പറഞ്ഞു, രാജ്യത്തെ ആദ്യത്തെ സംരംഭം. അതേപോലെ തന്നെയാണ് ഗ്രഫീൻ, ഈ ആധുനിക കാലത്തെ ഏറ്റവും പ്രത്യേകതയുള്ള ലോഹം. ആ ഗ്രഫീൻ ഇന്നവേഷൻ സെന്റർ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ലോക നിലവാരത്തിലേക്ക് ഉയരുന്നു. ആയുർവേദ രംഗം, ആ മേഖലയിൽ ഏറ്റവും മികച്ച ഒരു ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടേതായി വരുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ആധുനിക കാലത്ത് ആവശ്യമായ ജിനോം ഡാറ്റാ സെന്റർ സ്ഥാപിക്കാനുള്ള നടപടികൾ നാം സ്വീകരിക്കുന്നു. ഒരുപാട് മികവിന്റെ കേന്ദ്രങ്ങൾ, 30 കേന്ദ്രങ്ങൾ വരാൻ പോവുകയാണ്. അതിൽ 10 എണ്ണം ആയിക്കഴിഞ്ഞിരിക്കുന്നു. അതിലെ മൈക്രോബയോം, ന്യൂട്രാസ്യൂട്ടിക്കൽസ് എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. ഇതിൻ്റെയൊക്കെ ഫലം എന്താ? നമ്മുടെ നാട്, ഈ കേരളം ആധുനിക വിജ്ഞാന ഉൽപാദന കേന്ദ്രമായി മാറുകയാണ്. ആ തരത്തിലേക്കുള്ള മാറ്റമാണ് വരാൻ പോകുന്നത്. നമ്മുടെ യുവജനങ്ങൾ ഇതാണ് ആഗ്രഹിക്കുന്നത്. സോഫ്റ്റ്വെയർ രംഗത്ത് നാം വലിയ പുരോഗതിയുണ്ട്. ഹാർഡ്വെയർ രംഗത്തേക്ക് നാം കടക്കുകയാണ്. ഇപ്പോ സോളാർ വൈദ്യുതിയാണല്ലോ പലപ്പോഴും ഉപയോഗിക്കുന്നത്. സോളാർ പാനലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് നാം കടക്കുന്നു. ലിഥിയം ബാറ്ററി ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്ക് നാം മാറുന്നു. വലിയ മാറ്റം കേരളത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ. കാർഷിക രംഗം വലിയ തോതിൽ മാറുകയാണ്. നമ്മുടെ കർഷകരെ ഏറ്റവും വലിയ വിഷവും അനുഭവിക്കുന്നവരാണ് രാജ്യത്ത്. ആ കാർഷിക മേഖലയിൽ ഏറ്റവും പ്രധാന പ്രശ്നം നേരിടുന്നവരാണ് നെൽകർഷകര്. സംസ്ഥാന സർക്കാർ വലിയ തോതിലാണ് ഈ നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തിയത്. അതിന്റെ ഭാഗമായി ഇന്ന് 2.5 ലക്ഷം ഹെക്ടറിലേക്ക് നെൽകൃഷി എത്തിയിരിക്കുന്നു. നേരത്തെ അത് 1,70,000 ഹെക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാലയളവിൽ അത് 2.5 ലക്ഷം ഹെക്ടറാക്കി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഉൽപാദനക്ഷമത വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പോ ഹെക്ടറിന് 4.5 ടണ്ണിലധികം ഉൽപാദനക്ഷമത നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. പച്ചക്കറി ഉൽപാദനം നേരത്തെ 7 ലക്ഷം മെട്രിക് ടണ്ണായിരുന്നു. ഇപ്പോഴത് 16 ലക്ഷം മെട്രിക് ടണ്ണാണ്. അതേസമയം കാർഷിക മൂല്യവർദ്ധനവ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ പരിപാടികൾ നാം തയ്യാറാക്കുകയാണ്. വിവിധ പാർക്കുകൾ, അത് റൈസ് പാർക്കുണ്ട്, കോഫി പാർക്കുണ്ട്, സ്പൈസസ് പാർക്കുണ്ട്, റബ്ബർ പാർക്കുണ്ട്, നാളികേര പാർക്കുണ്ട്, ഫുഡ് പാർക്കുമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതോടൊപ്പം തന്നെ വ്യവസായ മേഖല. ഒരു കാലത്ത് കേരളത്തിൽ വ്യവസായത്തെ പറ്റി ആലോചിക്കേണ്ടതേ ഇല്ല എന്നായിരുന്നു ചിന്ത. എന്നാൽ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വ്യവസായ നിലയിൽ, വ്യവസായത്തിന്റെ നിക്ഷേപ സൗഹൃദ നിലയിൽ നല്ല മാറ്റം വരുത്തേണ്ടതല്ലേ എന്ന് ചിന്തിച്ചു. അതിനുള്ള നടപടികൾ ആരംഭിച്ചു. അസാധ്യം എന്നാണ് പലരും കരുതിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു, മറ്റൊട്ടേറെ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു. ഒടുവിൽ എന്തായി? നാം ഉദ്ദേശിച്ച് നേടിയെടുത്തു. ഇന്ന് വ്യവസായ രംഗത്ത് നിക്ഷേപ സൗഹൃദം, ആ കാര്യത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനം കേരളം എന്ന നിലയെടുത്തു കഴിഞ്ഞു, നേടിക്കഴിഞ്ഞു. അതാണ് LDFന്റെ പ്രത്യേകത. അസാധ്യമായതൊന്നുമില്ല. കാരണം ആ തരത്തിലുള്ള ജനങ്ങളും നാടുമാണ് നമ്മുടേത്. ആ രീതിയിൽ സഹകരിക്കാൻ നാടും ജനങ്ങളും തയ്യാറാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പറയുന്ന എല്ലാ നേട്ടങ്ങളും നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും കൂടുതൽ മുന്നോട്ട് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ യുവജനങ്ങൾ ആഗ്രഹിക്കുന്ന IT മേഖല വലിയ കുതിച്ചുചാട്ടത്തിലാണ്. വലിയ മാറ്റം ആ രംഗത്ത് വരികയാണ്. എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പൊ ഞാൻ പോകുന്നില്ല. അപ്പോ കേരളം 2016 അത്യന്തം നിരാശാജനകമായ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ നിലയിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇവിടം കൊണ്ട് നിർത്തുകയല്ല, നമുക്ക് ഇനിയും മുന്നോട്ട് കുതിക്കേണ്ടതായിട്ടുണ്ട്. ആധുനിക ലോകത്തിന്റെ എല്ലാ വിജ്ഞാന ശാഖകളും സാംശീകരിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാന സമൂഹമാക്കി നമ്മുടെ കേരളത്തെ മാറ്റേണ്ടതായിട്ടുണ്ട്. ആ മാറ്റത്തിന്
പാലക്കാടും ഞങ്ങളോടൊപ്പം വേണ്ടതായിട്ടുണ്ട്. ആ മാറ്റത്തിന് നിങ്ങൾ ഇവിടെ നിന്നും ഡോക്ടർ സരിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഞങ്ങളുടെ ഭാഗമാക്കി മാറ്റുക, അങ്ങോട്ട് അയക്കുക. പാലക്കാട് ഇതിൻ്റെ ഭാഗമായി മാറുക. സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ സരിനെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.